യാഗങ്ങളെ കുറിച്ച് യാഗങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ലേവ്യ പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും പൊതുവായി പറയുന്ന ഒരു വിഷയം യാഗങ്ങളാണ്. എനിക്ക് തോന്നുന്നു യാഗപ്രമാണങ്ങൾ ലേവ്യ പുസ്തകത്തിന്റെ 16 അധ്യായം വരെ 16-ാം അധ്യായം വരെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 16-ാം അധ്യായത്തിലാണ് മഹാപാപ പരിഹാര യാഗം. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യന്റെ വീഴ്ച മുതൽ ന്യായപ്രമാണകാലം വരെ യാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരേ ഒരു യാഗപ്രമാണമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഹോമയാഗമാണ്. മനുഷ്യന്റെ വീഴ്ച മുതൽ ന്യായപ്രമാണം വരെ. എന്നാൽ ന്യായപ്രമാണ കാലത്ത് വന്നപ്പോ മോശയിലൂടെ ദൈവം വിവിധ യാഗങ്ങളുടെ പ്രമാണങ്ങൾ കൊടുത്തു, ഒരു യാഗമല്ല. ഏതൊക്കെയായിരുന്നു ആ യാഗങ്ങൾ? ലേവ്യാപുസ്തകം 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെയാണ് ആദ്യത്തെ ഭാഗം. അവ ഓരോന്നും എങ്ങനെയാണ്? ഒന്ന് ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, കരപൂരണ മഹാപാപ പരിഹാരയാഗം. ഇങ്ങനെ വ്യത്യസ്ത യാഗങ്ങളുടെ പ്രമാണങ്ങൾ ന്യായപ്രമാണ കാലത്ത് വന്നപ്പോൾ കൊടുത്തു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഹോമയാഗം എന്ന കാര്യം മാറ്റി ചിത്രയാഗങ്ങൾ എന്തിനാ കൊടുത്തേ? ഒരു യാഗം പോരെ? അല്ല, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ വിവിധ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കാനാണ് ഈ യാഗങ്ങളെല്ലാം ദൈവം സ്ഥാപിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതുമൂലം ഉണ്ടായത്, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ്. അതിലൊന്ന് ഹോമയാഗമാണ്. ഹോമയാഗത്തിന്റെ ഒരു വ്യവസ്ഥ നിർബന്ധപൂർവമല്ല, സ്വമേധയാ കഴിക്കേണ്ട യാഗമാണ്. എന്ന് പറഞ്ഞാൽ അവനവൻ സ്വ ഇച്ഛയാൽ കഴിക്കേണ്ട യാഗമാണ് ഹോമയാഗം. ആബേലത് ചെയ്തു, കായലത് ചെയ്തില്ല. അപ്പോ സ്വ ഇച്ഛപ്രകാരം സ്വന്തം താല്പര്യമെടുത്ത് കഴിക്കുന്ന യാഗമാണ് ഹോമയാഗം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ന്യായപ്രമാണം കൊടുത്തതിന് ശേഷം ഈ യാഗങ്ങളൊന്നും പുറത്തു കഴിക്കാൻ അനുവാദമില്ല. ന്യായപ്രമാണ കാലം വരെ യാഗാർപ്പകന് എവിടെ വേണമെങ്കിലും ഒരു യാഗപീഠം പണിത് കഴിക്കാം. മോറിയ മലയുടെ കുന്നിലാണ് അബ്രഹാം യാഗപീഠം പണിതത്. അങ്ങനെ ഓരോരുത്തരും വഴിയാത്രകളിൽ യാഗപീഠം പണിതവരുണ്ട്, വയലിൽ യാഗപീഠം പണിതവരുണ്ട്. എവിടെ യാഗം കഴിക്കണമോ അത് അർപ്പകനാണ് തീരുമാനിക്കുന്നത്, ന്യായപ്രമാണ കാലം വരെ. എന്നാൽ ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം ഇഷ്ടമുള്ളിടത്ത് യാഗം കഴിക്കാൻ അനുവാദമില്ല. പിന്നെ എവിടെ യാഗം കഴിക്കണ്ടേ? അവൻ സമാഗമന കൂടാരത്തിൽ വരണം. യാഗം കഴിക്കേണ്ടത് പുരോഹിതനുമാണ്, സ്വയം യാഗം കഴിക്കാൻ ഒക്കുകയില്ല. അതാണ് ന്യായപ്രമാണ കാലത്തിന്റെ പ്രത്യേകത. സ്വയം ആർക്ക് യാഗം കഴിക്കാൻ ഒക്കുകയില്ല, എവിടെയും യാഗം കഴിക്കാൻ ഒക്കുകയില്ല. അങ്ങനെ ചെയ്ത് അവനെ കൊന്നുകളയും. പിന്നെ എവിടെ വരണം? അവൻ യാഗം കഴിക്കാനുള്ള യാഗമൃഗവുമായി സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വരണം. അപ്പൊ പുരോഹിതൻ അവന്റെ ക്രമമനുസരിച്ച് ഇറങ്ങിച്ചെന്ന് അവനോട് വന്ന് അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ യാഗമൃഗത്തിന്റെ തലയെ കൈവയ്ക്കാൻ പറയും. കൈവയ്ക്കും. അവര് യാഗമൃഗത്തെ കൊണ്ട് അകത്തേക്ക് പോകും. പുരോഹിതനും ലേവ്യരും കൂടെ അതിനെ അറുക്കുന്നു, തോലുരിച്ചു മാറ്റുന്നു, കണ്ണമായി മുറിക്കുന്നു, ആന്തരിക ഭാഗങ്ങളെല്ലാം എടുത്ത് ഒരു പാത്രത്തിലാക്കുന്നു, മേധസ്സും ശരീരഭാഗങ്ങളും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുന്നു. ഇതാണ് കർമ്മം എന്ന് പറയുന്നത്. ഇത് ന്യായപ്രമാണ കാലം മുതൽ പുരോഹിതൻ മാത്രമേ അത് നടത്താവൂ. കർമ്മം ന്യായപ്രമാണ കാലത്തിന് മുമ്പ് പുരോഹിതന്മാരല്ല നടത്തിയിരുന്നത്,
ഗ്രഹനാഥന്മാരാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് ഹോമയാഗമാണ്. ഹോമയാഗം ദൈവക്രോധാഗ്നിയിൽ വെന്ത് വെണ്ണീറായ സൗരഭ്യവാസനയായി മാറിയ യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവകോപത്തിന്റെ തീയിൽ വെന്ത് ചാരമായ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ ഈ ഹോമയാഗം കാണിക്കുന്നത്. ദൈവപുത്രനായ യേശു ഗത്സമന മുതൽ കാൽവറിയിൽ മരിക്കുന്നത് വരെ പാപത്തിന് ദൈവം വെച്ച ശിക്ഷ ഏറ്റുവാങ്ങി ദൈവകോപത്തിൽ വീഴുകയാണ്. അപ്പൊ ഈ ഹോമയാഗം കാണിക്കുന്ന ദൈവകോപത്തിന്റെ തീയിൽ വെന്ത യാഗമൃഗം, അത് നമ്മുടെ കർത്താവിനെ കാണിക്കുകയാണ്. രണ്ടാമത്തേത് ഭോജനയാഗമാണ്. എന്താണ് ഭോജനയാഗത്തിന്റെ പ്രത്യേകത? ഭോജനയാഗം ദൈവം കൊടുത്ത പ്രമാണങ്ങളിൽ രക്തരഹിത ബലിയാണ്. എല്ലാ യാഗങ്ങളിലും രക്തം ചൊരിയണം. ഭോജനയാഗത്തിൽ മാത്രം രക്തമില്ല. അത് വ്യത്യസ്തമായ ഒരു യാഗമാണ്. അതെന്താ? അവിടെ യാഗവസ്തു നേരിയ മാവാണ്. യാഗവസ്തു നേരിയ മാവാണ്. ഒട്ടും കട്ട പിടിച്ച് നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷയെ പറയാം. നമ്മൾ മില്ലിൽ കൊണ്ടുപോയി നമ്മൾ അരിയൊക്കെ പൊടിപ്പിക്കും. ഇപ്പൊ പൊടിപ്പീരൊക്കെ കുറവാണ്. ഇപ്പം നമ്മള് റെഡിമെയ്ഡ് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതുകൊണ്ട് നമ്മളാരും ഇപ്പൊ പൊടിപ്പിക്കാനൊന്നും പോകുന്നവരൊക്കെ കുറവാണ്. ഉള്ളവരും ഉണ്ട്. ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരോ അങ്ങനെ സൗകര്യമുള്ളവരോ ഇപ്പോഴും പൊടിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ പൊടിക്കാൻ ചെല്ലുമ്പോൾ അവരൊരു ചോദ്യം ചോദിക്കും, ഏത് പാകത്തിനാണ് പൊടിക്കേണ്ടത്? പുട്ടുണ്ടാക്കാനാണോ? നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാനാണോ? അപ്പൊ പുട്ട് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പൊടിച്ചു തരുന്ന തരി അല്പം വലുതായിരിക്കും. പുട്ടിനത് മതിയല്ലോ. അല്പം തരിയുള്ളതാണ് പുട്ടിനുള്ള പൊടി. അപ്പത്തിനാണെന്ന് പറഞ്ഞാൽ വളരെ നൈസാണ്. ഒരു തരി പോലും അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. കാരണം അപ്പത്തിനാണ് ഏറ്റവും പൊടിക്കാവുന്നതിനെ മാക്സിമം പൊടിച്ചതാണ്. അതാണ് നേരിയ മാവെന്ന് പറയുന്നത്. നേരിയ മാവെന്ന് പറഞ്ഞാൽ അതിനകത്ത് തരിയില്ല. ഒട്ടും തരി വരാൻ പാടില്ല. തരി ഉപയോഗിച്ച് ആ ഭോജനയാഗം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ നോക്കാം. ലേവ്യപുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരാം. മറ്റേ യാഗമെല്ലാം നമ്മൾ കേട്ട് പരിചയമുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കി വിശദീകരണത്തിൽ നിന്ന്. ലേവ്യപുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. ചിലത് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവായിരിക്കണം. അവൻ അതിന്മേൽ എണ്ണ ഒഴിച്ച് കുന്തിരിക്കം ഇടണം. അപ്പൊ നോക്കിയേ, ഒരു വെയിറ്റ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് നേരിയ മാവായിരിക്കണം. ഒരു തരി പോലും അതിനകത്ത് കാണരുത്. എന്താ ഇതിനെ കാണിക്കുന്നറിയാമോ? മറ്റെല്ലാ യാഗങ്ങളും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയാണ് കാണിക്കുന്നതെങ്കിൽ ഭോജനയാഗം യേശുവിന്റെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. ആർക്കും ഒരു തരി പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ നൈർമല്യമുള്ള ജീവിതമായിരുന്നു യേശുവിൻ്റെത് എന്ന് കാണിക്കാനുള്ളത്. ഇടയ്ക്ക് കല്ല് കടിക്കുകയില്ല. ഇടയ്ക്ക് ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ നാക്കിൽ തടയത്തില്ല. നേരിയ മാവ. യേശുവിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അതാണ് അതിന്റെ ഒരു വശം എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ യേശുവിന്റെ മരണത്തെയാണ് മറ്റെല്ലാ യാഗങ്ങളും കാണിക്കുന്നതെങ്കിൽ ഭോജനയാഗം കാണിക്കുന്ന യേശുവിന്റെ ജീവിതത്തെയാണ്. നിർമ്മലമായ ജീവിതം. അതുകൊണ്ടല്ലേ 30-ാമത്തെ വയസ്സിൽ പിതാവായ ദൈവം പുത്രനെ നോക്കി എന്നാ പറഞ്ഞേ? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരാളിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവം അത് പറയണമെങ്കിൽ
ദൈവം സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അയാൾ എത്ര നിർമ്മലനായി ജീവിക്കണം. ചരിത്രത്തിൽ ഒരാളെ കുറിച്ചേ പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ചരിത്രത്തിൽ. അത് യേശുവിനെ കുറിച്ചാ, പുത്രനെ കുറിച്ചാ. നമ്മളെ കുറിച്ച് പറയില്ല, ഒരാത്മിക നേതാവിനെ കുറിച്ചും പറയില്ല, അവരുടെ ഒന്നും ജീവിതത്തെ കുറിച്ച് പറയില്ല. ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാരെ കുറിച്ച് നോക്കിച്ച് പറയില്ല, പറഞ്ഞിട്ടുമില്ല. ഒരാളെ കുറിച്ച് മാത്രമേ പിതാവായ ദൈവം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയുള്ളൂ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെപ്പോഴാ പറഞ്ഞേ? 30-ാമത്തെ വയസ്സിലാണ്. 75 വയസ്സ് കഴിഞ്ഞപ്പോ എഴുന്നേക്കാൻ പോലും വയ്യാതായപ്പോ നോക്കി വെച്ച് പറഞ്ഞതല്ല. നല്ല യൗവന പ്രായത്തിൽ കഴിഞ്ഞ 30 കൊല്ലത്തെ ജീവിതത്തെ നീതിമാനായ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കിയപ്പോ ഒരു കരട് പോലും അവനിലില്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞത് യേശുവിനെ കുറിച്ച് മാത്രമാണ്. അതാണ് ആ ലൈഫ്. യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുവന്നപ്പം തന്റെ എതിരാളികളിൽ ആരും പല കാര്യം പറഞ്ഞു. അവൻ ശപത്ത് ലംഘിച്ചു, ദൈവാലയം പൊളിക്കുമെന്ന് പറഞ്ഞു, അവൻ രാജാവാണെന്ന് പറഞ്ഞു, ഒത്തിരി ആരോപണങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ആരും യേശുവിൻ്റെ ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടിയില്ല. ഇവൻ ആള് ശരിയല്ല, കപടം വേഷക്കാരനാണ്, ഇവനെ കാണിക്കുന്ന വിശുദ്ധിയും പരിവട്ടവും ഒക്കെ ബാഹ്യമാണ്, സത്യത്തിൽ ഇവൻ അങ്ങനെയൊന്നില്ല, ഇവന്റെ ജീവിതം ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് എന്ന് എതിരാളികൾ പോലും പറഞ്ഞില്ല. സാധാരണ എതിരാളികൾ എന്തും പറയാമല്ലോ. ഒരാളെ ഒടുക്കിക്കളയണം, കൊന്നുകളയണം തീരുമാനിച്ച എതിരാളിക്ക് കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് എന്തും പറയാമല്ലോ. യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല. അവർ പറഞ്ഞതെല്ലാം 2 കാരണങ്ങളാണ്. ഒന്ന് മതപരം, 2 രാഷ്ട്രീയം. 2 റിസൾട്ട്സേ ഉള്ളൂ. മതപരമായ കുറ്റമോ രാഷ്ട്രീയ കുറ്റമോ അല്ലാതെ വ്യക്തിഗതമായി യേശുവിന്റെ മേൽ ഒരു അധാർമികത തന്റെ ശത്രുക്കൾ, എതിരാളികൾ പോലും പറഞ്ഞില്ല, പറയാനില്ല. അതാണ് കാര്യം, പറയാനില്ല. അത്ര വിശുദ്ധനായ, പവിത്രനായ. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ ശുലേമി പറയുന്നത്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോ ഭോജനയാഗം നേരിയ മാവ് കൊണ്ടുണ്ടാക്കുന്നത് ഒരു കരട് പോലും അവശേഷിക്കാത്ത നേരിയ മാവായി യേശുവിന്റെ ജീവിതമായിരുന്നു എന്നതിനെയാണ് കാണിക്കുന്നത്. ആ ജീവിതത്തിൽ 2 കാര്യം പകർന്നു. ഒന്ന് എണ്ണ. എണ്ണ പരിശുദ്ധാത്മാവിന് നിഴലാണ്. എണ്ണ പരിശുദ്ധാത്മാവല്ല, നിഴലാണ്. 2 കുന്തിരുക്കം. എണ്ണ പരിശുദ്ധാത്മാവിന് നിഴലും കുന്തിരുക്കം സൗരഭ്യം ഉണ്ടാക്കുന്നതുമാണ്. അതാണ് ആ ഒരു എന്താ പറയാ, ഇത് 2 യേശുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അവന്റെ ജീവിതം സൗരഭ്യമുള്ളതായിരുന്നു. 2 ആത്മാവിൽ. അതാണ് അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നത്, പിതാവായ ദൈവം പുത്രനെ യേശുവിനെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോ ഭോജനയാഗം യേശുവിന്റെ ജീവിതത്തെ കാണിക്കുന്നു. ഹോമയാഗം മുതൽ ബാക്കി എല്ലാ യാഗങ്ങളും യേശുവിന്റെ കാൽവറി മരണത്തെ കാണിക്കുന്നു. യാഗങ്ങൾ അതിനു വേണ്ടി കൊടുത്തതാണ്. ഇനി 3-ാമത്തെ യാഗം ഏതാണ്? 3-ാമത്തെ യാഗം 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിൽ പറയുന്ന 1-ാം വാക്യത്തിൽ കാണുന്നു സമാധാനയാഗം. ഞാൻ ആ യാഗത്തെ മുഴുവൻ ഓരോന്നോരോന്ന് അഴിച്ചു പഠിപ്പിക്കാനൊന്നും സമയമില്ല, ഓരോന്നും വ്യാഖ്യാനിക്കേണ്ടതാണ്. പക്ഷെ അതിന് സമയമില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ ഓരോ യാഗങ്ങളെ കുറിച്ചും പറഞ്ഞു പോവുകയാണ്. സമാധാനയാഗം, ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു നമ്മുടെ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ സമാധാനമല്ല, ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. ആർക്ക്? മനുഷ്യന്.
മനുഷ്യൻ ഓടി ഒളിക്കും ദൈവത്തിന്റെ അടുക്കെന്ന്. ഓടി ഒളിക്കും. സകല മതങ്ങളും നോക്കിയേ, മതങ്ങൾ അവരുടെ ദൈവത്തിന്റെ അടുക്ക് ചെല്ലാൻ മനുഷ്യൻ ബന്ധപ്പാടാ, ബുദ്ധിമുട്ടാ, എല്ലാവർക്കും കാണാനും കിട്ടുകയല്ല. അകന്ന് മാറി നിന്നോണം. ഇഷ്ടപ്പെട്ടില്ലല്ലോ, ശരിയല്ലെങ്കിലോ ശിക്ഷയുണ്ടാവും. പേടിയാ മനുഷ്യന് ദൈവത്തിന്റെ അടുക്ക് ചെല്ലാൻ, ഭയങ്കര പേടിയാ. ദൈവത്തോട് സമീപിക്കാൻ ഒരു ഭയമാ മനുഷ്യർക്ക്. അങ്ങനെയൊന്നും ചെല്ലാൻ പാടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഭയപ്പെടുന്നതിന്റെ കാരണം യേശുവിന്റെ കാൽവറി മരണം ദൈവത്തെയും നമ്മയും തമ്മിൽ സമരസപ്പെടുത്തി. അതിന് യശയാപ്രവാചകനിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായെന്ന. യശയാവ് 53 എടുത്താട്ടെ. യശയാവ് 53-ാം അധ്യായം. അവിടെ അതിന്റെ നമ്മൾ പലപ്പോഴും കർത്തൃമേശയിലൊക്കെ വായിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ പറയാണ്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അതിന്റെ അഞ്ചാം വാക്യം ഒന്ന് വായിച്ച. അഞ്ചാം വാക്യം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പോ സമാധാനയാഗം എന്തിനെ കാണിക്കുന്നറിയാമോ? യേശുവിന്റെ കാൽവറി മരണത്താൽ ദൈവവും നമ്മളും തമ്മിൽ സമാധാനമുണ്ടായി. ഇനി റോമാലേഖനം 5:1 വായിച്ച്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടായത് ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. ഏത് സമയത്തും ദൈവത്തിന്റെ അടുക്ക് ചെല്ലാൻ ദൈവവും നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയായത് അവിടെയാ, യേശുവിന്റെ കാൽവറി മരണത്തിലാണ്. അപ്പൊ സമാധാനയാഗം യേശുവിന്റെ മരണത്തെ കാണിക്കുന്നു. പിതാവിനോട് സമാധാനമുണ്ടായത് യേശുവിന്റെ മരണത്താലാണെന്നാണ് അത് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത യാഗമെന്ന് പറയുന്നത് അകൃത്യയാഗമാണ്. ഇത് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്. അവിടെ പ്രമാണി പാപം ചെയ്താൽ, ഇസ്രായേൽ സഭ പാപം ചെയ്താൽ, ഒരു വ്യക്തി പാപം ചെയ്താൽ എല്ലാം കഴിക്കേണ്ട പ്രത്യേകം യാഗങ്ങളാണ് 4-ാം അധ്യായം. അപ്പൊ അങ്ങനെ യാഗം കഴിക്കുമ്പോ സഭയ്ക്കുള്ള യാഗം, ഇതിനെല്ലാം ഓരോ മൃഗങ്ങളാണ് കഴിക്കുന്നത്. വ്യക്തി ചെയ്ത പാപം, പ്രമാണി ചെയ്ത പാപം, പ്രമാണി ചെയ്ത കാളയെ അർപ്പിക്കണ്ടേ. സഭ മുഴുവൻ ചെയ്താലും അവിടെ അർപ്പിക്കേണ്ടത് കാളക്കിടാവിനെയാണ്. വ്യക്തി വരുമ്പം അത് ആടിലേക്ക് മാറും. ഇങ്ങനെ മാറുകയാണ് യാഗത്തിന്റെ ആ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോ ഇതെന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ അതിക്രമങ്ങളുടെ പരിഹാരമാണ്. അങ്ങനെ ഒരു വാക്യമുണ്ട് പുതിയമതിൽ, അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അങ്ങനെയാ വാക്യം. അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു വാക്യമാണ്. പാപങ്ങളുടെ പരിഹാരമുണ്ട്. വായിച്ച 7-ാം വാക്യം, 1:7, എഫേസ്യർ 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പൊ അതിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മ പാപങ്ങളാണ്. നമ്മൾ അതിക്രമം എന്നുള്ളതിന് ട്രസ്പാസ് എന്നാണ്. നമ്മൾ അതിൽ വിട്ട് ലംഘിച്ചതാ. ആദാമ്യഭാവം അല്ലത്.
ആദാമ്യ പാപം എന്ന് പറയുന്ന പാപം നമ്മിൽ ഉണ്ട്. അത് യേശു മരിച്ചു കഴിഞ്ഞതിനും ശേഷം മാത്രമേ അതിന് പരിഹാരം ഉണ്ടായിട്ടുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ അതിക്രമം എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വന്ന കാര്യങ്ങളാണ്. അതിക്രമം, അതാണ് ഈ പ്രമാണിക്ക് വേറെ യാഗം, സഭയ്ക്ക് വേറെ യാഗം, സാധാരണ ഇസ്രായേലിന് വേറെ യാഗം, മൂപ്പന് വേറെ യാഗം, ഇതൊക്കെ വെച്ചേക്കുന്നത് കൊണ്ടാ. ഈ പാപങ്ങളെല്ലാം ഒരുപോലെയല്ല, പാപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആര് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാപത്തിന്റെ ഗൗരവം കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത്. പാപം ഒന്നായിരിക്കാം, പക്ഷെ ചെയ്തയാളനുസരിച്ച് പാപത്തിന് ഉണ്ടല്ലോ. ഇപ്പൊ കോടതി തന്നെ ഒരു നിയമപാലകൻ കുറ്റം ചെയ്താൽ, ഒരു അഡ്വക്കേറ്റ് കുറ്റം ചെയ്താൽ, ഒരു ഭരണകർത്താവ് കുറ്റം ചെയ്താൽ, സാധാരണ ഒരു സിവിലിയൻ പൗരൻ കുറ്റം ചെയ്താൽ കോടതി പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ ഇയാളുടെ പൊസിഷൻ അനുസരിച്ച് കുറ്റത്തിന്റെ ഗൗരവം കൂടും. ഈ ചെയ്തയാൾ നിയമം കൈകാര്യം ചെയ്യുന്നയാളാണ്, നിയമം അറിയാവുന്ന, കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് അയാളുടെ കൃത്യം കോടതി ഗൗരവമായി കാണുകയാണ്. അതെന്താ കാരണം? അത് അയാളുടെ പൊസിഷന്റെ പ്രത്യേകതയാണ്. എന്ന പോലെ വ്യക്തി ചെയ്യുന്ന പാപം സെയിം ആയിരിക്കാം, പക്ഷെ നമ്മുടെ പൊസിഷൻ അനുസരിച്ച് അതിന്റെ കട്ടി കൂടിയും കുറഞ്ഞും വരും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അധികം ശിക്ഷാവിധി വരുമെന്ന്. ആർക്കാ? നമുക്ക് നോക്കാം. യാക്കോബിന്റെ ലേഖനം എടുത്താണ്. സാധാരണ ആൾക്കാർക്കുള്ള ശിക്ഷാവിധിയല്ല, വചനം പറയുന്നവർക്കുള്ള ശിക്ഷാവിധി. അത് കുറച്ചുകൂടെ കട്ടിയാ. എന്താ കാര്യം? അതിന്റെ കാരണം ഇതാ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യാക്കോബിന്റെ ലേഖനം 3:1. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുതേ. അനേകർ, നിങ്ങൾ എല്ലാവരും കൂടെ ഉപദേഷ്ടാക്കന്മാരാകരുത്. കാരണം ശിക്ഷാവിധി കൂടുതലാ. സാധാരണ ഒരു വിശ്വാസിയോ സാധാരണ ഒരാളോ ചെയ്യുന്ന കൃത്യം പോലെ അല്ല ഒരു ഉപദേഷ്ടാവിനുള്ള ശിക്ഷാവിധി. അതുകൊണ്ട് പറയാം, അധികം ശിക്ഷ വരുവേ. അതുകൊണ്ട് എല്ലാവരും ചാടി ഇതാകല്ലെന്ന് യാക്കോബ് പറയുക. അപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? പാപം ഒന്നായിരിക്കാം, പൊസിഷൻ അനുസരിച്ച് കുറ്റത്തിന്റെ ഗൗരവം കൂടും. അതാണ് നമ്മള് ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. അതാ, പാപം സെയിം ആയിരിക്കാം, എന്നാൽ അത് ഈ പറയുന്നവരുടെ കുഴപ്പമുണ്ടാവും. അപ്പൊ ഡേ ടു ഡേ ലൈഫിലെ കുറ്റകൃത്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന്റെ പരിഹാരവും എന്തിലും യേശുവിലുണ്ടായി. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാപം, ആരുടെയൊക്കെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് നമ്മളോട് ചോദിച്ചാൽ, മുഴു ലോകത്തിന്റെയും പാപത്തിന് വേണ്ടി യേശു മരിച്ചു കഴിഞ്ഞു. നമ്മള് 1 യോഹന്നാൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2:1-2. എന്റെ എന്റെ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരുന്നാൽ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിലെ ആളുകൾക്ക് വേണ്ടി യേശു മരിച്ചത്. അപ്പൊ എന്നോട് ചോദിക്കാം, സാറേ അത് ഇപ്പൊ വിശ്വാസികളല്ലാത്തവരുടെ അവർക്ക് വേണ്ടി മരിച്ചത്, നിരീശ്വരവാദികളുടെ അവർക്ക് വേണ്ടി മരിച്ചു, ഹിന്ദുക്കളുടെ അവർക്ക് വേണ്ടി മരിച്ചു, മുസ്ലിങ്ങളുടെ അവർക്ക് വേണ്ടി മരിച്ചു, പാഴ്സികളുടെ അവർക്ക് വേണ്ടി മരിച്ചു, സിഖുകാരുടെ അവർക്ക് വേണ്ടി മരിച്ചു. സർവ മനുഷ്യനെ പാപത്തിന് വേണ്ടി യേശു മരിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, എന്നിട്ട് അതിന്റെ ഫലമൊന്നും അവർക്ക് കിട്ടുന്നില്ലല്ലോ. ഫലം കിട്ടണമെങ്കിൽ
അവർ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാലേ അതിന്റെ ഫലം അവർക്ക് കിട്ടും. ഇല്ലേ കിട്ടുകയില്ല, ഇല്ലേ കിട്ടുകയില്ല. സൂര്യൻ ഉദിച്ചു രാവിലെ, പക്ഷെ ഒരാൾ വീടിനകത്ത് മുറിക്കകത്തിരിക്കുക, മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എല്ലാം അടച്ച് ഭദ്രമായി, എന്താ പറയാ, വളരെ ക്ലോസ്ഡ് ആണ്. ഒരു തരി വെട്ടം അകത്ത് കയറാത്ത മുറിയാണ്. രാവിലെ സൂര്യൻ ഉദിച്ചു, നേരം സന്ധ്യയാകുന്നവരെ അയാൾ മുറിക്കകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം അയാൾക്ക് കിട്ടത്തേയില്ല. അതിന്റെ കാരണം അയാള് ഇതിന്റെ ഗുണഭോക്താകാൻ ഫില്ലിങ് അല്ല, പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ല. അയാൾ തന്നെ ഇരിക്കല്ലേ. യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. മരിച്ചു കഴിഞ്ഞു. യേശുവിന്റെ മരണത്തെ സകല ആളുകളുടെയും പാപപരിഹാരം നിയമപരമായി വരുത്തി കഴിഞ്ഞു. ഇപ്പൊ കഷ്ടം എന്നാണെന്നറിയാമോ? എന്നിട്ടും നരകത്തിലേക്ക് പോകുന്നത് കൊണ്ടാ കഷ്ടം ആളുകള്. എന്നിട്ടും അവർ പോവാ നരകത്തിലേക്ക്. സഭയ്ക്ക് വേണ്ടി മാത്രമല്ല യേശു മരിച്ചത്. യേശു മരിച്ചപ്പോ എല്ലാവർക്കും വേണ്ടിയാ മരിച്ചത്. ഈ 2 കൊരിന്ത്യരും 5-ാം അധ്യായം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. മതി മതി. 2 ഭാഗത്ത് പറയുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ലോകത്താകമാനം എത്ര കോടി ജനമുണ്ടോ ആ ജനങ്ങൾക്ക് വേണ്ടി, മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുമാണ് യേശു മരിച്ചത്. അവരതിന്റെ ഗുണഭോക്താക്കളല്ലാത്തതിന്റെ കാരണം അവരാണ് ദൈവത്തിന്റെ ഭാഗത്തല്ല കുറ്റം, ദൈവത്തിന്റെ ഭാഗത്തല്ല കുറ്റം. അതുകൊണ്ടല്ലേ അന്ത്യന്യായവിധിയുടെ ദിവസം ഇവനൊക്കെ നിന്നിച്ച് മറുപടി പറയാനില്ലാതെ മുട്ടടിക്കുന്നത്. അതുകൊണ്ടല്ലേ. ഒരെതിർവായും പറയാനില്ല, ആർഗ്യുമെന്റ് ഇല്ലല്ലോ അവിടെ. അതിന് പറ്റത്തില്ല അവന് മറുപടി പറയാൻ. എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇവനതിന്റെ ഗുണഭോക്താവല്ലെന്നേ ഉള്ളൂ. മരിച്ചപ്പോ എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. അന്ന് തന്നെ നമ്മളും മരിച്ചു. അതാ അതിന്റെ വേറെ രഹസ്യം. യേശു കുരിശിലേറി മരിച്ചപ്പോ ആ യേശുവിൽ മനുഷ്യവംശം മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രഹസ്യമുണ്ട്. ആദാം പാപം ചെയ്തപ്പോ നമ്മളെല്ലാം ആദാമിലുണ്ടായിരുന്നു. ആദാം പാപം ചെയ്തപ്പോ നമ്മളെല്ലാവരും ആദാമിൽ ഉണ്ടായിരുന്നു. യേശു കാൽവറിയിൽ മരിച്ചപ്പോ നമ്മുടെ മുഴുവൻ അകൃത്യവും നമ്മളെയും ചുമന്നുകൊണ്ടാണ് യേശു മരിച്ചത്. ആ കൂടെ നമ്മളും മരിച്ചു. അന്നാ നമ്മൾ മരിച്ചത്. എന്നാൽ സ്നാനപ്പെടുമ്പോഴാണ് ഞാൻ യേശുവിനോടൊപ്പം മരിച്ചു എന്ന സത്യം നമ്മൾ ഉൾക്കൊള്ളുന്നത്. അപ്പോഴാണെന്നേ ഉള്ളൂ. ഒത്തിരി പേര് ധരിച്ചേക്കുന്ന സ്നാനപ്പെടുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ ഒപ്പം മരിക്കുന്നതെന്നാ. അങ്ങനല്ല. അങ്ങനല്ലെന്ന് പറയാൻ കാരണം, അങ്ങനെയാണെങ്കിൽ യേശു മിക്കവാറും എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. യേശു എപ്പോഴും മരിക്കണം. ഞാൻ സ്നാനപ്പെട്ട ദിവസമല്ല പ്രിയ എൽദോസ്റ്റാൻ സ്നാനപ്പെട്ടത്. ആ ദിവസമല്ല നമ്മുടെ പൗലോസാർ സ്നാനപ്പെട്ടത്. ആ ദിവസമല്ല നമ്മുടെ സുജ സ്നാനപ്പെട്ടത്. അപ്പൊ ഓരോരുത്തരും സ്നാനപ്പെടുമ്പോൾ യേശുവിനോടൊപ്പം മരിക്കുകയാണെങ്കിൽ ഈ ഓരോരുത്തരും സ്നാനപ്പെടുമ്പോൾ യേശു മരിക്കണ്ടേ? അപ്പോഴെല്ലാം മരിക്കണ്ടേ? ഇത്രാം വർഷം ഇത്രാം തീയതി യേശു മരിച്ചു. അതാരുടെ കൂടെ? ഈ OM എൽദോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെ മരിച്ചു. ഇത്രാം വർഷം ഇത്രാം തീയതി യേശു പിന്നെയും മരിച്ചു. അത് VP പൗലോസ് എന്ന് പറയുന്ന ആടെ കൂടെ മരിച്ചു. കാരണം അന്ന് അദ്ദേഹം സ്നാനപ്പെട്ടു. അങ്ങനെ ഇല്ല. നമ്മൾ അത് ഏറ്റെടുക്കുന്ന തീയതിയാണ് ഈ പറയുന്നത്. യേശു മരിച്ചത് ഒരിക്കലായിട്ടാണ്. ഒറ്റ മരണം യേശു മരിച്ചിട്ടുള്ളൂ. റിപ്പീറ്റഡ് ഡെത്ത് അല്ല യേശുവിൻ്റെത്. റിപ്പീറ്റിംഗ് ഡെത്ത് അല്ല യേശുവിൻ്റെത്. ഒറ്റ മരണേ ഉള്ളൂ. അപ്പം മനസ്സിലാക്കേണ്ടതാണ്, ആർക്കി ടൈപ്പ് അല്ലെങ്കിൽ ഹെഡ്
എന്നാ പറയാ, പിതൃസ്ഥാനീയരായ രണ്ടുപേരെ ഭൂമിയിലുള്ളൂ. പിതൃസ്ഥാനീയർ രണ്ടുപേർ, ആകമാന മനുഷ്യവംശത്തിന്റെ പിതൃസ്ഥാനീയർ, ഒന്ന് ആദാമും ഒന്ന് യേശു ക്രിസ്തുവുമാണ്. ആദാം മനുഷ്യവംശത്തിന്റെ ഹെഡാണ്, യേശു ക്രിസ്തു മനുഷ്യവംശത്തിന്റെ ഹെഡാണ്. അതുകൊണ്ടാണ് ഒന്നാം മനുഷ്യൻ രണ്ടാം മനുഷ്യൻ എന്നൊക്കെ അവരെ രണ്ടുപേരെ മാത്രം പറയാൻ കാരണം. ഒന്നാം മനുഷ്യൻ ആദാമാണ്, രണ്ടാം മനുഷ്യൻ യേശു ക്രിസ്തുവാണ്. ഒന്നാം ആദാം, ഒടുക്കത്തെ ആദാം. അവരാണ് പിതൃസ്ഥാനീയർ എന്ന് പറയും. ഫാമിലി ഹെഡാണ് അവര്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യേശുവിൻ്റെ മരണം അകൃത്യങ്ങളുടെ മോചനമായിരുന്നു. രണ്ട്, യേശുവിന്റെ മരണം പാപങ്ങളുടെ മോചനമായിരുന്നു. എന്താ പാപം? ആദാമ്യ പാപം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. യേശു മരിച്ചപ്പോൾ ആദാമ്യ പാപം എന്നത് സകല മനുഷ്യവംശത്തിന്റെയും മുകളിൽ നിന്ന് നീങ്ങിപ്പോയി. അതുകൊണ്ടാണ് ജനിക്കുന്ന ശിശു പാപിയല്ല, അവന്റെ മേൽ ദൈവം കുറ്റത്തിന് കാണുന്നില്ല എന്ന് പറയാൻ കാരണം. ആ കുഞ്ഞ് പ്രകൃതി കൊണ്ട് പരിശുദ്ധനായതുകൊണ്ടല്ല, അവന്റെ മേൽ വന്നു വീണ ആദാമ്യ പാപം എന്നത് വാലിഡ് അല്ലാതാക്കി യേശുവിന്റെ മരണത്താൽ. അതാണ് വ്യത്യാസം. അല്ല, കുഞ്ഞിന് തുറന്നല്ല അതിന്റെ അർത്ഥം. അവൻ വളർന്നു വരുമ്പോൾ കുരുത്തക്കട കാണിക്കും. ശിശുവിനത് കൗണ്ട് ചെയ്യുന്നില്ല, അത് പരിഗണിക്കപ്പെടുന്നില്ല. അത് പരിഗണിക്കേണ്ട കാര്യവുമില്ല. കാരണം അത് അവൻ അറിയാതെ വന്ന ആദാമ്യ പാപമാണ്. അത് അവനറിയാതെ തന്നെ യേശു ഏറ്റെടുത്ത് നീക്കി. ഏക മനുഷ്യനാൽ വന്ന പാപത്തെ ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. റോമാലേഖനം 5-ാം അധ്യായം, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി, ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോ 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പം പാപയാഗം, അകൃത്യയാഗം എന്നിവയെ കുറിച്ചാണ് പറയുന്നത്. അതിലെടുത്ത് പറയുന്ന പ്രധാന ചാപ്റ്റർ 7-ാം അധ്യായമാണെന്നുള്ളതേ ഉള്ളൂ. അകൃത്യയാഗത്തിന്റെ പ്രമാണം 7-ാം അധ്യായത്തിലാണ് പറയുന്നത്. അപ്പോ 7 അധ്യായം വരെ പറയുന്ന യാഗങ്ങളാണ് ഈ 5 യാഗങ്ങൾ. പാപയാഗവും, അകൃത്യയാഗം, സമാധാനയാഗം, ഭോജനയാഗം, ഹോമയാഗം. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ കരപൂരണയാഗമാണ്. കരപൂരണയാഗം ഇത് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണ്. കരപൂരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഓർഡിനേഷൻ എന്നാണ്. പുരോഹിതനായ ഒരാളെ ചുമതലപ്പെടുത്തുമ്പോൾ കഴിക്കുന്ന യാഗമാണ് കരപൂരണയാഗം. ഒരാളെ പുരോഹിതനാകുമ്പോൾ കഴിക്കുന്ന യാഗമാണ്. അതും ചടങ്ങുകൾ, യാഗത്തിന്റെ രീതികൾ ഒരുപോലെയാണെങ്കിലും പുരോഹിതന്മാരുമായി ബന്ധത്തിൽ ആ ചടങ്ങുകൾ വ്യത്യാസമുണ്ട്. നമ്മൾ സെപ്പറേറ്റ് പഠിക്കുമ്പോഴേ അത് വിശദീകരിക്കേണ്ട ആവശ്യമുള്ളൂ. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 16-ാം അധ്യായത്തിലെ മഹാപാപ പരിഹാരയാഗമാണ്. ലേവ്യ 16. എന്താ മഹാപാപ പരിഹാരയാഗത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവിടെ പുരോഹിതന് വേണ്ടി യാഗം കഴിക്കണം, പിന്നെ ജനത്തിന് വേണ്ടി യാഗം കഴിക്കണം. 2 യാഗങ്ങളാ. അതിൽ ജനത്തിന് വേണ്ടി യാഗം കഴിക്കുമ്പോ 2 ആട്ടിൻകുട്ടിയെ എടുക്കണം. ഒരാട്ടിൻകുട്ടിയെ മരുഭൂമിയിലേക്ക് അയക്കും, ചീട്ടിട്ട് വെച്ചയക്കും. അസലേലിന് എന്ന് ചീട്ട് വേണ ആടിനെ മരുഭൂമിയിലേക്ക് അയക്കും, മറ്റേ ആടിനെ യാഗം കഴിക്കും. അത് 16-ാം അധ്യായത്തിലാണ്. ആദ്യം പുരോഹിതന് വേണ്ടി യാഗം കഴിക്കണം. അന്നാണ് അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കടന്നു ചെന്ന് കൃപാസനത്തിന്മേൽ അരയ്ക്കപ്പെട്ട മൃഗത്തിന്റെ രക്തം 7 പ്രാവശ്യം തെളിയുകയാണ്. 7 പ്രാവശ്യം. എന്നിട്ട് അയാൾ മടങ്ങി വന്ന് ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ച് ആ രക്തവുമായി അകത്ത് പോയി അവിടെ 7 പ്രാവശ്യം തളിക്കുന്നു. എന്നിട്ട് യാഗം പൂർത്തിയായി കഴിയുമ്പോൾ അദ്ദേഹം മടങ്ങി സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വന്ന് ജനത്തെ ആശീർവദിക്കുന്നു. അപ്പോൾ 2ാമത് കഴിക്കുന്ന ജനത്തിന് വേണ്ടിയുള്ള യാഗത്തിലാണ് 2 ആട്ടിൻകുട്ടി എടുക്കുന്നത്. ചീട്ടിടും. 1 ആട്ടിൻകുട്ടിയെ യഹോവയ്ക്ക്, 1 ആട്ടിൻകുട്ടി അസലേലിന്. അസലേലിൽ നിന്ന് ചീട്ട് വീണ ആട്ടിൻകുട്ടിയെ
മരുഭൂമിയിലെ നിർജ്ജന സ്ഥലത്തേക്ക് അയക്കും. ഈ ആട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയല്ല. ആട് കൂട്ടം തെറ്റിപ്പോയെന്നും ആട് വഴി തെറ്റിപ്പോയെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും ആട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയെ അല്ല പൊതുവെ. അതിനങ്ങനെ കഴിയാൻ പറ്റില്ല. വന്യമൃഗങ്ങളിൽ പലതും ഒറ്റയ്ക്ക് കഴിയുന്നതുകൊണ്ട് ഈ ആട് ഒറ്റപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? അത് വിശന്നും ദാഹിച്ചും മറ്റ് മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിരയായും കഴുകന്മാർ കണ്ടാൽ ഒക്കെ ആക്രമിച്ച് അതിനെ കൊന്ന് തിന്നത്തേ ഉള്ളൂ. ഒരു നല്ല ഭാവിയിലേക്കല്ല അത് പോകുന്നത്. ഈ ഒറ്റപ്പെട്ട് മരുഭൂമിയിലേക്ക് വിടുന്നയാട് എല്ലാത്തരം ഉപദ്രവങ്ങളും ഏൽക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുകയാണ്. ആട് മറ്റൊരാട് കൊല്ലപ്പെടുകയാണ്. ഇത് രണ്ടും ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ആശ്രയിൽ നിന്ന് ചീട്ട് വീണ് നിർജ്ജന സ്ഥലത്തേക്ക് വിടുന്നയാടും യാഗത്തിന് വേണ്ടി കൊണ്ടുവന്ന് കൊല്ലുന്നയാടും രണ്ടും ക്രിസ്തുവിന് നിഴലാണ്. യേശു മനുഷ്യവംശത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് യേശു അനുഭവിച്ച നിന്ദകളുടെയും പീഡനങ്ങളുടെയും ഒക്കെ നിഴലാണ് ഈ മരുഭൂമിയിലേക്ക് അയച്ച ആട്ടിൻകുട്ടി. കൊല്ലപ്പെട്ട ആട്ടിൻകുട്ടിയും യേശുവിന് നിഴലാണ്. ഇത് രണ്ടും യേശുവിന്റെ രണ്ടുവിധ അനുഭവങ്ങളെ കാണിക്കുന്നു എന്നുള്ളതാണ്. അവ നോക്കൂ, യാഗത്തിന്റെ പ്രമാണം ദൈവം ഇസ്രായേലിന് നൽകുന്നത് ദൈവം യേശുക്രിസ്തു ഭാവിയിൽ ഒരു യാഗമൃഗം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആട്ടിൻകുട്ടി എന്ന നിലയിൽ എന്തൊക്കെ അനുഭവിക്കും, അതെന്തിനു വേണ്ടിയാണ്, എന്തൊക്കെ പീഡകൾ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് വ്യത്യസ്തങ്ങളായ യാഗപ്രമാണങ്ങൾ ഇസ്രായേലിന് ദൈവം നൽകി കൊടുത്തത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം യേശു എന്തൊക്കെയായി. യേശു നമ്മുടെ പാപം ഏറ്റെടുത്തു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ സമാധാനത്തിനായി മരിച്ചു. യേശു നിർമ്മലമായ ജീവിതം കഴിച്ചു. യേശു ദൈവക്രോധാഗ്നിയിൽ വെന്ത വെണ്ണീറായി. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ന്യായപ്രമാണം ചൂണ്ടുന്നത് യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വെറുതെ മൃഗത്തെ കൊന്ന പാപം പോവില്ലല്ലോ. അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണത് കൊടുത്തത്? അത് കൊടുത്തത് കൊണ്ടാണ് യേശുവിന്റെ മരണം എന്താണെന്ന് ഇന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് പോയി പരസ്യവും നടത്തുക. എന്താ തീം? നമ്മുടെ യേശുവിന്റെ ക്രൂശ് മരണമാ. എന്നിട്ട് നമ്മൾ ജനങ്ങളോട് എന്താ പറയുന്നത്? ഇത് നേരത്തെ തന്നെ വേദപുസ്തകത്തിന്റെ പ്രവാചകന്മാരും ഇസ്രായേലിന്റെ ആചാരങ്ങളും എല്ലാം ചൂണ്ടിയത് ഈ വരാനിരിക്കുന്ന മരണത്തെയായിരുന്നു. ആ മരണം മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തെ, സ്നേഹിത, നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. നീ ഫ്രീ ആണിപ്പം. നീ വിശ്വസിച്ചാൽ അത് നിനക്ക് അനുഭവിക്കാം. ഇത് ലോകത്തോട് പറയാനാണ് നമ്മൾ പബ്ലിക്കിൽ പോയി എന്ന് പ്രസംഗിക്കുന്നത്. അപ്പം എന്താണ് പഴയ നിയമയാഗങ്ങളുടെ പൊരുൾ എന്നതാണ് ഇന്ന് നമ്മൾ പഠിച്ച കാര്യം. പഴയ നിയമ ന്യായപ്രമാണ യാഗങ്ങളുടെ പൊരുൾ എന്നാൽ എന്ത് എന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇവിടെ നമുക്ക് ഏതാണ്ട് തീർക്കാം. എല്ലാവരും പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനോ വിട്ടുപോവുകയോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. അതിനും അവസരമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ, ഇല്ല, ആർക്കും പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടില്ല. കാര്യങ്ങൾ മനസ്സിൽ